ഹായ് 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 ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കരിയർ ഓപ്ഷൻസ്, ലൈഫിലെ കരിയർ ഓപ്ഷൻ, ജോബ് ഓപ്ഷൻ എന്ന ലെവലിലാണ്. ഓക്കെ, എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ് ഡു വാട്ട് യു ലവ്. നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് ചെയ്യാൻ തീരുമാനിക്കേണ്ടതെന്ന് പറയും. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ തീരുമാനിക്കുക പറയുമ്പോൾ അത് നെവർ മീൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസിയസ്റ്റ് തിങ്, അല്ലേ? ഒരു ഈസി ആയിട്ടുള്ളൊരു പാത്തായിരിക്കും എന്നല്ല അത് മീൻ ചെയ്യും. പലരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഈസി ആയിരിക്കുന്നു. നെവർ. ഓക്കെ, നമുക്കൊരു കാര്യത്തിൽ ഇഷ്ടമാണെങ്കിൽ ശരി, ഇഷ്ടമല്ലെങ്കിൽ ശരി, പാത്ത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഓൺലി ഡിഫറൻസ് അവിടെ വരാൻ പോണത് ഒരു ഹ്യൂമണ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ ശരി, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ശരി, സഫറിങ് വരുന്ന സമയത്ത് ബേസിക്കലി അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഈസി ടു കടന്നു പോകാമെന്ന്. ഓക്കെ, പക്ഷേ ആ വ്യക്തി ആ സമയത്തും അത് കടക്കാനുള്ള ഡിസിഷൻ എടുക്കുന്നത് അവനെ അതോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ്. ഓക്കെ, വെനെവർ നമുക്കൊരു കാര്യത്തിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിൽ വരുന്ന സഫറിങ് ആണ് ശരി, സാക്രിഫൈസ് ആണ്, ഇതൊന്നും നമ്മൾ മാറ്ററായി എടുക്കില്ല. വി ഓൺലി ട്രാവൽ, ഫ്രണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടോ. നമുക്കൊരു ഒരു കാര്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ജേണി വരുന്ന ആ സഫറിങ് ആയാലും ശരി, ഡിഫിക്കൽട്ടി ആയാലും ശരി, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ പിന്നോട്ട് വലിയും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ആ പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രശ്നം. അല്ല, അവിടുത്തെ മെയിൻ പ്രശ്നം ഒരേ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ആ ജേണി ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് കാലം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് മികച്ചതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് കാലം ട്രാവൽ ചെയ്യേണ്ടി വരും. നമുക്കൊരു കാര്യം ഇഷ്ടമായതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റിൽ നമ്മൾ അതിൽ മികച്ചതായി വരില്ല. ഏതൊരു കാര്യത്തിൽ നമ്മൾ മികച്ചതായി മാറുന്നതിന് യു ഹാവ് ടു ട്രാവൽ ലോട്ട്, ഒരുപാട് ഇയേഴ്സിൻ്റെ പരിശ്രമം ആവശ്യമുണ്ടാകും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഡിഫിക്കൽട്ടി, അയ്യോ അവിടെ തന്നെ നിന്ന് കൊടുക്കും. ആ ഡിഫിക്കൽട്ടി അല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ ഒരേ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് അതിനോട് താല്പര്യമില്ല എന്നത് മാത്രമാണ്. ഓക്കെ, മറ്റേ ഇഷ്ടമുള്ള പാത്ത് എടുത്താലും സെയിം ഡിഫിക്കൽട്ടി അവിടെ ഉണ്ടാകും. ഓൺലി തിങ് ആ ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഡ്രൈവ് ഉണ്ടാകും, നമുക്കൊരു ആസ്പിറേഷൻ ഉണ്ടാകും, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകും. ഐ വാണ്ട് ടു ഗോ ഫർദർ. രണ്ട് ജേണിയിലും ഡിഫിക്കൽട്ടി ഉണ്ട്. ഓക്കെ, ഒരു ജേണിയിൽ മാത്രം നിങ്ങൾ ആ ഡിഫിക്കൽട്ടി അക്സെപ്റ്റ് ചെയ്യും, മറ്റേ ജേണിയിൽ നിങ്ങൾ ഡിഫിക്കൽട്ടി അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കത് ആ ജേണി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എല്ലാവരും പറയുക ആ കാരണം ഈ പ്രശ്നം ഒന്നല്ല. അവിടുത്തെ മെയിൻ പ്രശ്നം താല്പര്യമാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്, നമ്മളുടെ താല്പര്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് തന്നെ പ്രശ്നം വന്നാലും ശരി, നമ്മൾ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യും. ആ റീസൺ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ മെയിൻ ഇഷ്യൂ നമുക്ക് താല്പര്യമുള്ളതാണ്. അതൊരു കാലത്തും അക്സെപ്റ്റ് ചെയ്യില്ല മനുഷ്യൻ. എപ്പോഴും മറ്റുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് ആൾക്കാർ സംസാരിക്കുക. പക്ഷേ മെയിൻ തിങ് നമുക്ക് താല്പര്യമില്ല എന്നതാണ്. അത് നമുക്ക് അക്സെപ്റ്റ്. നമ്മളൊരു എക്സാം പഠിക്കാൻ പോലും നമുക്കത് പഠിക്കാൻ താല്പര്യമില്ലാത്ത സാധനമാണെങ്കിൽ അതിലും നമുക്ക് മികച്ചതായി പഠിക്കാൻ പറ്റില്ല. അയ്യോ ഇതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കണം, ഇതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ പറയും. അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ പറഞ്ഞാൽ നമുക്കതിൽ താല്പര്യമില്ല എന്നതാണ്. ഓക്കെ, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ താല്പര്യത്തിൻ്റെ ലെവൽ അളക്കാൻ പറ്റില്ല. നമുക്ക് അളക്കാൻ പറ്റും. നമുക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ അത് തിരിച്ചറിയുക, നമുക്ക് ഏതാണ് താല്പര്യമുള്ളത് എന്ന് തിരിച്ചറിയുക. കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഒരുപാട് കാലം ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുകയുള്ളൂ. നമുക്ക് താല്പര്യമുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ സഫറിങ് ഫേസ് ചെയ്യാൻ വില്ലിങ് ആവുള്ളൂ. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആ പ്രശ്നം ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് ജേണി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് എടുക്കാൻ, സച്ചിൻ ടെണ്ടുൽക്കർ 24 വർഷം ക്രിക്കറ്റ് കളിച്ചു. അത് അയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ക്രിക്കറ്റ് അത്ര ഈസി ആയതുകൊണ്ടൊന്നല്ല. ഇന്ത്യയിൽ വേൾഡിലെ ഏറ്റവും മികച്ച ബോളേഴ്സിനെയാണ് ആൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആളെല്ലാം തലയെടുക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് വന്ന് ബോളർ ചെയ്യുന്നത്. അപ്പോഴെല്ലാം സച്ചിൻ അത് ഫേസ് ചെയ്തും അതിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും സച്ചിൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം സച്ചിൻ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. ഓക്കെ, ആ പ്രശ്നങ്ങളും ആ ഓബ്സ്റ്റാക്കിളൊക്കെ വരുന്ന സമയത്തും പുതിയൊരു ആൻസർ കണ്ടുപിടിച്ച് അയാൾ മുന്നോട്ട് പോയിട്ടുള്ളത്. സച്ചിൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാൻ. മോഹൻലാലായാലും ശരി, മമ്മൂക്കയായാലും ശരി, അവർ വർഷങ്ങളോളം ഈ ഫീൽഡിൽ നിൽക്കുന്നത് അവൻ്റെ കഴിവിനേക്കാളും അവർക്ക് അത്ര ഇഷ്ടമാണ് സിനിമ. ഓക്കെ, അവർക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ എല്ലാവരെയും പോലെ അവർ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടാവും. അടുത്ത സിനിമ, ഈ പ്രശ്നം, ആ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടാവും. പക്ഷേ അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ അവർ വില്ലിങ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ജേണി ടൈറ്റാകുന്ന സമയത്തും അത് ഓവർകം ചെയ്യാൻ അവർക്ക് കഴിയണം. അവർക്ക് അത്ര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ മികച്ചതായി മാറണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരുപാട് കാലം ഒരു കാര്യത്തിൽ സ്റ്റേ ഔട്ട് ചെയ്യേണ്ടതാണ്. നമ്മളൊരു കാര്യത്തിൽ ഒരുപാട് കാലം സ്റ്റേ ഔട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ കാര്യത്തിനൊരു ഇഷ്ടം വേണമായിരിക്കും. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വൈ ദിസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈഡ് ചെയ്യുമ്പോൾ എനിക്കിതിന് എത്രത്തോളം ഇഷ്ടമുണ്ട്, അത് ഭയങ്കര ചിലപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ കാരണം.
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും നമ്മൾ അത്രയ്ക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല. കാരണം നമുക്കെന്താ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ രാവിലെ തൊട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഫുഡ് വെച്ചിട്ടുണ്ടാവില്ല, വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. 5 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് 3 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ച് വരിക. അതുവരെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ അവിടെ പോയി എന്നെ കളിക്കാനും ഉറക്കില്ല. പക്ഷേ അത്രയും സമയം ഞാൻ ഓക്കെ ആയിട്ട് അവിടെ നിൽക്കും, എനർജി ആയിട്ട് നിൽക്കും. കാരണം എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതേ കാര്യം മറ്റൊരു കാര്യത്തിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇനി ഫുഡ് കഴിക്കാതെ പോകാൻ എനിക്ക് പറ്റില്ല. അത്രയും സമയം ഒന്നും കിട്ടാതെ ഇപ്പോൾ ഈവൻ ഒരാവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ നിൽക്കാനും എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ എനിക്ക് ക്രിക്കറ്റിൽ വരുന്ന സമയത്ത് പല കാര്യങ്ങളും പറ്റും. കാരണം എനിക്ക് ക്രിക്കറ്റ് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സഫറിങ് അക്സെപ്റ്റ് ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാനും വില്ലിങ് ആയിരിക്കും. പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ബോഡി അതിനനുസരിച്ച് പെർഫോം ചെയ്യില്ല. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ പലതും ഫേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ജേണി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. പലരും മറ്റുള്ളവർ പറയുന്നതിൻ്റെ ബേസിൽ ഡിസൈഡ്, ഇപ്പോൾ ഒരു കോഴ്സ് ഡിസൈഡ് ചെയ്യുന്ന സമയത്തും ഒരു എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് പ്രിഫർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതോ കൈൻഡ് ഓഫ് ലൈഫ് പ്രിഫർ ചെയ്യുന്ന സമയത്തും മറ്റുള്ളവർ പറയും ദിസ് ഈസ് ബെറ്റർ, യു ചൂസ് ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ. കാരണം നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് എന്ത് തന്നാൽ ഹാപ്പി ആയിരിക്കും എന്നത് നിങ്ങൾക്ക് നന്നായി അറിയുള്ളൂ. മറ്റൊരാൾക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കേ അറിയുള്ളൂ വിച്ച് വിൽ ബി ബെറ്റർ ഫോർ യു. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് താല്പര്യം എന്ന്. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ ഡിസിഷൻ. ഓക്കെ, അല്ലാതെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ബെറ്ററായി കണ്ട് അത് പോയി ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് കണ്ടുപിടിക്കുക, ആ താല്പര്യത്തിൽ വളർത്താൻ ശ്രമിക്കുക, ബെറ്ററായി വളർന്നുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് നിങ്ങൾ അതിൽ ബെറ്ററായിട്ട് വളർന്നു വരും. ഓക്കെ, കാരണം യു ഗോയിങ് ടു ട്രാവൽ ലോൺ. മറ്റേ കാര്യത്തിൽ എത്ര തന്നെ അത് ഈസിയാണ് ശരി, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഏതൊരു കാര്യം എടുത്താലും, നമുക്ക് താല്പര്യമുള്ള കാര്യം എടുത്താലും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം എടുത്താലും ഡിഫിക്കൽട്ടി ഓപ്പണാണ്. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകും തോറും ഡിഫിക്കൽട്ടി ഓപ്പണാണ്. ഒരു ഡൗട്ടുമില്ല. ഇഷ്ടമുള്ളത് കൊണ്ട് അത് ഡിഫിക്കൽട്ടി ഇല്ലാതെ വരുന്നു, ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഡിഫിക്കൽട്ടി കൂടി വരുന്നില്ല. ഡിഫിക്കൽട്ടി സെയിം തന്നെ ആയിരിക്കും. ഓൺലി തിങ് നിങ്ങളുടെ അപ്രോച്ച് മാത്രമേ അവിടെ ഡിഫറൻറ്റ് ഉള്ളൂ. ഇഷ്ടമുള്ള കാര്യത്തിന് നമ്മളൊരു അപ്രോച്ചാണ് കൊടുക്കണം, ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നമ്മൾ വേറൊരു അപ്രോച്ചാണ് കൊടുക്കണം. അപ്പോൾ ചൂസ് ദ പാത്ത് യു ലൈക്ക്. നമുക്ക് ഏതിനോടാണ് താല്പര്യം തോന്നണം, നമ്മുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പാത്ത് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ജേണി ബെറ്റർ ആയിരിക്കും. നമ്മൾ ഒരുപാട് കാലം കൺസിസ്റ്റൻ്റായി പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു ജേണിയിൽ. ഓക്കെ, ഇപ്പോൾ സച്ചിൻ ക്രിക്കറ്റ് ചൂസ് ചെയ്തുകൊണ്ടാണ് 24 വർഷം അയാൾക്ക് അതിൽ പിടിച്ചു നിൽക്കണം. മേ ബി വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ 2 വർഷം കൊണ്ട് തന്നെ പിന്നോട്ട് വലിച്ച് വന്നിട്ടുണ്ടാകും. ഓക്കെ, വേറെ എന്തെങ്കിലും കാരണം അതൊന്നും ആൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. ക്രിക്കറ്റിൽ പോയതുകൊണ്ട് ആൾക്ക് 24 വർഷത്തെ കരിയർ അതിലുണ്ടായിരുന്നു. ലാലേട്ടനും അതുപോലെ തന്നെയാണ്, സിനിമയിൽ അഭിനയിക്കാൻ പോയി.